സാറേ, ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇന്ത്യയെ തകർക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് തന്നെ ദയനീയ അവസ്ഥയിലാണ് ആ രാജ്യം. നമുക്ക് തന്നെ സങ്കടം തോന്നും. അത്രത്തോളം ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അവിടെ ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിൽ ഉദ്യോഗസ്ഥരടക്കം 5 പേർ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിർത്തിയിലുണ്ടല്ലോ, ആ അതിർത്തിയിൽ പാകിസ്ഥാൻ അഫ്ഗാനിൻ്റെ ഭാഗത്തു നിന്നും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആഭ്യന്തരമായി വലിയ അവസ്ഥയിലാണല്ലോ. ആ രാജ്യത്തിൻ്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും? ആ രാജ്യത്ത് സാമ്പത്തികമായി തകർന്ന തരിപ്പണമായിരിക്കുകയാണ്, രാഷ്ട്രീയമായിട്ടും തകർന്നിരിക്കുകയാണ്. ഇമ്രാൻഖാനിനെ ജയിലിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ വിദേശത്തേക്ക് കടന്നു വയ്ക്കുമോ എന്ന് വരെ പറയേണ്ടി വന്നു. ഒഴിഞ്ഞു പോകാൻ ശല്യം എന്നുള്ള മട്ടില്ല. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല, അവിടെ തന്നെ തുടരുകയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയമായ ഒരു സ്ഫോടനം വലിയ ഉറപ്പാണ്. സ്ഫോടനത്തിൻ്റെ അവിടെ നിന്ന് അവർ നയിച്ച പ്രകടനം ഇസ്ലാമാബാദിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് നിർത്തിവെക്കുകയായിരുന്നു. പോലീസിൻ്റെ വ്യാപകമായിട്ടുള്ള അക്രമവും ലാത്തിച്ചാർജും വെടിവെപ്പും ഒക്കെ കാരണം നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരിക്കുന്നത്. ഏത് നിമിഷവും തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം വീണ്ടും തുടങ്ങാം. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തെഹ്രീക്ക് താലിബാൻ്റെ ഒരു വിഭാഗം, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന വിഭാഗം അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാനെ. റിലൻറ്റ്ലെസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ പട്ടാളം ഈ താലിബാൻകാരെ കൊന്നിട്ടുണ്ട്, അതിർത്തിയിൽ കൊലപാതകം കുറേ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ആ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്തുകൂടി അവിടെ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന, പാകിസ്ഥാനിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യ, അതിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച തരത്തിലുള്ള അത് ഒരു ജനകീയ സമരമാണ്. ആ ജനകീയ സമരം പലപ്പോഴും ഈ ചാവേർ ആക്രമണത്തിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടിപ്പോൾ. കാരണം അടിച്ചമർത്തപ്പെടുകയാണ്. ഒരുപാട് ബലൂചിസ്ഥാൻകാരെ കാണാതെ വന്നിട്ടുണ്ട്, ഒരുപാട് പേരെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടും കുറേ പേരെ കാണുന്നില്ല. അപ്പോൾ അവർ പാകിസ്ഥാൻ പട്ടാളം കൊന്നിട്ടുണ്ടെന്നാണ് നിഗമനം. അങ്ങനെ കുറേ പേരെ കാണാതായതിൻ്റെ പേരിൽ അവരുടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ബലൂജ് റവല്യൂഷണറി ആർമി അല്ല, ബലൂജ് മോചന മുന്നണി എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു സമരം പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്ക് നേരെയും ഒരാക്രമണം നടത്തുന്നുണ്ട്, പാകിസ്ഥാൻ പൗരന്മാരെയും കൊല്ലുന്നുണ്ട്. ഈ പറഞ്ഞ കേസിൽ ആ രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടതും അവിടെ വളർത്താൻ ഈ പാകിസ്ഥാൻ്റെ സഹായം ഉണ്ടായത് ഇന്ത്യയെ ലക്ഷ്യമിട്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ രാജ്യത്ത് തന്നെ ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമായിരിക്കുന്നല്ലോ. അവിടെ എന്നും പൊട്ടിത്തെറിയാണ്. അതാണ് സാർ ഇപ്പോൾ അവസാനം പറഞ്ഞത്. ബലൂചിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് തുർബത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയ ബസ്സിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ബസ്സിനകത്തുണ്ടായ സ്ഫോടനം, അതിന് എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായതായിട്ടോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു സ്വാഭാവികമായി തീപിടുത്തം ഉണ്ടായതല്ല, ചാവേർ ആക്രമണം. അതിനകത്ത് തന്നെ ഒരു ചാവാൻ തയ്യാറായിട്ട് തന്നെ ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ വിമോചന മുന്നണിയുടെ ആൾക്കാർ, ബലൂജ് റവല്യൂഷണറി ആർമി എന്നുള്ളതാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ വെച്ച്, സബ്ജക്റ്റ് ടു കറക്ഷൻ. ആ ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭീകര പ്രവർത്തനം, അതൊരു ജനകീയ മുന്നേറ്റമായിരുന്നു. ആ ജനകീയ മുന്നേറ്റം കൈവരിച്ച പുതിയ ഭാവമാണ്. പാകിസ്ഥാനാണ് അവിടെ എന്ത് സംഭവിക്കുക. ഇതും കൂടാതെ ഇറാനിൽ നിന്നും ഒരു ആക്രമണത്തെ ഇവർക്ക് നേരിടേണ്ടി വന്നു. തൊട്ട അയൽ രാജ്യവും സുഹൃത്ത് രാജ്യവുമായ ഇറാനിൽ നിന്നുള്ള ഒരു ആക്രമണവും പാകിസ്ഥാന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബലൂജ് മുന്നണി, നമുക്ക് തൽക്കാലം അവരെ ബലൂജ് മുന്നണി എന്ന് വിളിക്കാം. ആ ബലൂജ് മുന്നണി പലതവണ പാകിസ്ഥാൻ പട്ടാളക്കാരെ അതിർത്തിയിലെ പട്ടാള ക്യാമ്പുകളിൽ വെച്ച് കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ ആൾക്കാർ, തൊഴിലാളികൾ, എൻജിനീയേഴ്സ് ഒക്കെ കടന്നു വരുന്നുണ്ട്. അവരെയെല്ലാം വകവരുത്തുന്നുണ്ട്. ആ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് തങ്ങൾക്ക് ഭീഷണിയാകും എന്നറിഞ്ഞുകൊണ്ട്, കാരണം പാകിസ്ഥാൻ്റെ പട്ടാളം തങ്ങളുടെ അടുത്തേക്ക് കയറി വന്നിട്ട് തങ്ങളെ നശിപ്പിക്കാൻ പറ്റും. തിബത്തിലേക്ക് ചൈനീസ് പട്ടാളം കയറി വന്ന് അവരുടെ വിഹാരങ്ങൾ നശിപ്പിച്ചതുപോലെ എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഈ ചൈനക്കാരെ പേടിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇട്ടാവട്ടമുള്ള രാജ്യത്താണ്. ആ രാജ്യത്ത് ഇതെല്ലാം കൂടി നടക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി തകർന്ന് ഇതിനെ നേരിടാനുള്ള തളർച്ചയും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങളൊന്നും ബാങ്കുകളൊന്നും ഇവർക്ക് കടം കൊടുക്കുന്നില്ല. കാരണം കടം കൊടുത്താൽ തിരിച്ച് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വേൾഡ് ബാങ്കോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ ഒന്നും തന്നെ ഇവർക്ക് സഹായം കൊടുക്കാൻ സന്നദ്ധവുമല്ല. പിന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് സഹായിച്ചിരുന്നു, വലിയ തോതിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നു. ഇപ്പോൾ
ജിയോ പൊളിറ്റിക്കൽ സ്ഥിതി വിവരം ഒക്കെ മാറിയിട്ടുള്ളത് കൊണ്ട്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആകെപ്പാടെ മാറിയിട്ടുള്ളത് കൊണ്ട് അവർ ഇപ്പോൾ കൊടുക്കാൻ വലുതായിട്ടൊന്നും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നു പണ്ട്, ടെററിസ്റ്റുകൾക്കുള്ള ഫണ്ടിങ് ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ പാകിസ്ഥാനിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തടയാനുള്ള ഒരു ഏജൻസി വളരെ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ടെറർ ഫണ്ടിങ്ങിന് ഫലപ്രദമായി അവർ നേരിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ വലിയ പ്രതിസന്ധിയും തകർച്ചയും ഉണ്ടാകുകയാണെങ്കിൽ, പാകിസ്ഥാൻ അങ്ങനെ തകരുകയാണെങ്കിൽ ഇന്ത്യ ഏത് വിധത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യയെ ബാധിക്കാൻ ഒരു തരത്തിലും പോകുന്നില്ല. കാരണം ഇതൊക്കെ നടമാടിയിരുന്ന സ്ഥലം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയായിരുന്നു. ഇതേ ചാവേർ ആക്രമണങ്ങൾ ദിവസവും കണ്ട് നിസ്സഹായരായിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റും കരഞ്ഞുകൊണ്ടേ തന്നെ ഇരുന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. ആ ഒരു കാലം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ചാവേർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മിത്തുകളായി മാറിയിരിക്കുന്നു, കെട്ടുകഥകളായി മാറിയിരിക്കുന്നു. എല്ലാ ഇൻ്റലിജൻസ് ഇൻപുട്സും ചേർത്തുകൊണ്ട് ഈ ഭീകരവാദികൾ അവരുടെ തയ്യാറെടുപ്പ് നടത്തും മുമ്പ് തന്നെ പിടികൂടാനും നശിപ്പിക്കാനും കഴിവുള്ള NIA എന്ന് പറയുന്ന പോലീസ് ഏജൻസി സക്രിയമായിട്ട് നിലവിൽ വന്നിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് PF ഫണ്ട് കൊടുത്ത ആൾക്കാരെ പോലും വളച്ചിട്ട് പിടികൂടാനുള്ള കരുത്ത് അത് ആർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭീകരർ ആരാണ് എന്ന് ഒരു നോട്ടം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഭീകരപ്രവർത്തനം എവിടെ നടന്നാലും അത് നിമിഷങ്ങൾക്കകം കണ്ടെത്തി അതിന് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള കരുത്തുള്ള ഒരു സൈന്യവും നമുക്കുണ്ട്. അതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള കഴിവും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു ഭീകരാക്രമണം ഇവിടെ നടത്തിയിട്ട് ആരും അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെ ടെററിസ്റ്റുകൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അപ്പം തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു നയവുമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സീറോ ടോളറൻസ് എന്നുള്ള നയം, അതുപോലെ സീറോ ടെററിസത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്. കാശ്മീരായിരുന്നു അതിൻ്റെ ഒരു അപവാദം. പക്ഷേ കാശ്മീർ ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് തിരിച്ചു വന്നതോടുകൂടി ഒരു മിറാക്കിൾ. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം തന്നെ നേരത്തെ ചോദിച്ചതിനെ ആവർത്തിക്കുന്നു. ഈ പാകിസ്ഥാനാണല്ലോ ഇന്ത്യക്കെതിരെയായി അവിടെ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുത്തത്. കാരണം ഇന്ത്യയെ എതിർക്കാൻ വേണ്ടി ഭീകരശക്തികൾ വളരട്ടെ എന്ന ഉദ്ദേശത്തിൽ അവർക്ക് സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ സ്ഥലങ്ങളും എല്ലാം ഈ സുരക്ഷയും എല്ലാം ഒരുക്കിയ പാകിസ്ഥാന് കിട്ടുന്ന ഈ വലിയ തിരിച്ചടിയല്ലേ ഇത്തരം സ്ഫോടനങ്ങൾ? വലിയ തിരിച്ചടി തന്നെയാണ്. വാളെടുത്തവൻ വാളാൽ മരിക്കും എന്ന് പറയുന്ന ആ ബൈബിൾ വാക്യത്തെ അനുസ്മരിക്കും വിധമാണ്. അവരാണ് ഇതിന് തുടക്കം കുറിച്ച് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി കാശ്മീരിൻ്റെ അതിർത്തിയിൽ, പഞ്ചാബിൻ്റെ അതിർത്തിയിൽ ഒക്കെ, മുംബൈയുടെ അതിർത്തിയിൽ കടലിലൂടെ വന്ന് അവിടെ ആക്രമണം നടത്തിയത്, നരഹത്യ നടത്തിയത്, ഇന്ത്യ നിസ്സഹായമായി നിലവിളിക്കുന്നത് കണ്ട് ചിരിച്ച അവർ ഇപ്പോൾ കണ്ണീര് കുടിക്കുകയാണ്. അപ്പോൾ ആ ഇന്ത്യയെ ബ്ലീഡ് ചെയ്തതിൻ്റെ, ഇന്ത്യയെ കണ്ണീര് കുടിപ്പിച്ചതിൻ്റെ ഫലം ഇപ്പോൾ അവർ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല സാമ്പത്തികമായിട്ടും തകർന്ന് ഒരു നശിച്ച രാജ്യമായിട്ട് കുത്തുപാളയെടുത്ത, നാറാണക്കല്ല് വെച്ച നാടൻ ഭാഷയിൽ പറയുന്ന ആ രീതിയിലുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് പറയാം. മറ്റേ മുന്നണിയുടെ ബലൂച്ച് ലിബറേഷൻ ആർമി എന്നാണത്. ബലൂച്ച് ലിബറേഷൻ ആർമി എന്നാണ് ആർമിയുടെ പേര്. നേരത്തെ പറഞ്ഞത് തിരുത്തുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആർമിയുടെ നേതൃത്വത്തിലാണ് ജനകീയ മുന്നേറ്റവും അതുപോലെ സായുധ വിപ്ലവവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുഭവിക്കേണ്ടതാണ്. കാരണം ഇത്തരം ഒരു ആക്രമണ മുൻനിര ഫ്രണ്ട് ഇന്ത്യക്ക് നേരെ അവർ തിരിച്ചു വച്ചിരുന്നതാണ്. അതിൻ്റെ തിരിച്ചടിയാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു തരം കാവ്യനീതി തന്നെയാണ്. പല ഭാഗങ്ങളായി ഇനി പിളരുമോ രാജ്യം? ബലൂചിസ്ഥാനും അതോടൊപ്പം തന്നെ അഫ്ഗാനിൻ്റെ നേതൃത്വത്തിൽ ഉള്ള പിളരുന്ന പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു കഴിയുമ്പോൾ അതല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഇസ്ലാമിക ഐക്യം അവരെ ഒരുമിച്ച് നിർത്തില്ല. ഗിൽഗിത്ത്, മുസാഫറാബാദ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അസ്വസ്ഥ പങ്കിലമാണ്. അതുപോലെ തന്നെ പഷ്തൂൺ മേഖല, അതുപോലെ തന്നെ പഞ്ചാബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള, നമ്മുടെ ഇമ്രാൻഖാന് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശം വേറൊരു മേഖലയാണ്. മുജാഹിദുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾക്ക് അവിടെ 2ാം സ്ഥാനമേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ അവിടുത്തെ ഷിയാകൾ, അഹമ്മദീയർ, അതുപോലെ തന്നെ ഈ സാധാരണ സുന്നി മുസ്ലിംസ്, വഹാബി മുസ്ലിംസ്, ഇവരൊക്കെ ഭിന്ന സ്വത്വങ്ങളാണ്. അവർക്ക് കിട്ടുന്ന നമ്മളീ പറയുന്ന ജാതീയത ഇന്ത്യയിലേ ഉള്ളൂ എന്ന്. മുജാഹിദുകൾക്ക് ഒരു സ്ഥാനവും ഇല്ലാത്ത, കാരണം അഭയാർത്ഥികളായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളെ അവിടെ കണക്കാക്കുന്നത് എന്നുള്ള സത്യവും മറക്കണം. പിന്നെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാറ് പതിവ്. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമുദായികവുമായിട്ടുള്ള സാഹചര്യം.